പ്രപഞ്ചത്തിലെ വാസയോഗ്യമായ ഇടങ്ങൾ തേടിക്കൊണ്ടുള്ള ഗ്രഹങ്ങളിൽ നിന്ന് ഗ്രഹങ്ങളിലേക്കുള്ള പ്രയാണം ഗവേഷകർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പലയിടത്തും മനുഷ്യർ കോളനികൾ സ്ഥാപിക്കുമെന്നും അവിടെ നിന്നും വിലപിടിപ്പുള്ള പലതരത്തിലുള്ള വസ്തുക്കൾ ഖനനം ചെയ്തെടുക്കുമെന്നും പ്രതീക്ഷ നിലനിൽക്കുന്നു. ഇത്തരത്തിലുള്ള പ്രയാണങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് ഒരുപക്ഷെ ചൊവ്വയിലേക്കാകാം. ചൊവ്വയിൽ കോളനികൾ എന്ന ആശയം ലോകത്തെ ഏറ്റവും ധനികനായ വ്യക്തിയും സ്പേസ് എക്സ്, ടെസ്ല തുടങ്ങിയ മുൻനിര സ്ഥാപനങ്ങളുടെ ഉടമയുമായ ഇലോൺ മസ്കും മുന്നോട്ട് വയ്ക്കുന്നു. സ്പേസ് എക്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ ചൊവ്വയിലേക്കുള്ള യാത്രയാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ഗ്രഹമാണ് ചൊവ്വ. സൂര്യനിൽ നിന്ന് നാലാമതായാണ് ചൊവ്വയുടെ സ്ഥാനം. ഭൂമിയുടെ പകുതി വലിപ്പം മാത്രമാണ് ചൊവ്വയ്ക്കുള്ളത്. ചൊവ്വയിലെ അന്തരീക്ഷത്തിന് ഭൂമിയുമായി ഏറെ സാമ്യവുമുണ്ട്. 95% കാർബൺ ഡൈ ഓക്സൈഡും 3% നൈട്രജനും 1.6% ആർഗണും കൂടാതെ വെള്ളത്തിന്റെയും ഓക്സിജന്റെയും സാന്നിധ്യവും അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമിയിലുള്ളതുപോലെ 4 ഋതുക്കളും ചൊവ്വയിലുണ്ട്. മാറിമറിയുന്ന കാലാവസ്ഥയും ധ്രുവപ്രദേശത്ത് കാണുന്ന മഞ്ഞും മലയിടുക്കുകളും നിർജീവ അഗ്നിപർവ്വതങ്ങളുമെല്ലാം ചൊവ്വയിലുണ്ട്. 6791 കിലോമീറ്ററാണ് വ്യാസം. ഭൂമിയെ അപേക്ഷിച്ച് ചൊവ്വയുടെ ഗുരുത്വബലം വളരെ കുറവാണ്. ഭൂമിയിൽ ചാടുന്നതിന്റെ 3 മടങ്ങ് പൊക്കത്തിൽ അതേ ബലം കൊണ്ട് ചാടാൻ ചൊവ്വയിൽ സാധിക്കും. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ പർവ്വതമായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നതും ചൊവ്വയിലാണ്. 24 കിലോമീറ്ററാണ് ഈ പർവ്വതത്തിന്റെ ഉയരം. ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വതമായ മൗണ്ട് എവറസ്റ്റിന്റെ 3 ഇരട്ടിയാണ് ഉയരം. ഫോബോസ്, ഡീമോസ് എന്നിങ്ങനെ 2 ചന്ദ്രന്മാരും ചൊവ്വയ്ക്കുണ്ട്. എന്നാൽ ഇവ നമ്മുടെ ചന്ദ്രനെ പോലെ കൃത്യമായ ആകൃതിയുള്ളവയല്ല. വളരെ ചെറുതും ക്രമരഹിതവുമായ ആകൃതിയാണ് ഇവയ്ക്കുള്ളത്. അമേരിക്കൻ വാനശാസ്ത്രജ്ഞനായ ആസഫ് ഹാളാണ് 1877 ഈ ചന്ദ്രന്മാരെ കണ്ടെത്തിയത്. ചൊവ്വയെ ചുവന്ന ഗ്രഹം എന്നും വിളിക്കാറുണ്ട്. അയൺ ഓക്സൈഡ് വാതകമാണ് ചൊവ്വയുടെ ചുവപ്പ് നിറത്തിന് കാരണമായി പറയുന്നത്. ചൊവ്വയുടെ ഇംഗ്ലീഷ് പേരായ മാസ് എന്ന പേര് ലഭിച്ചത് റോമൻ ഐതിഹ്യത്തിലെ യുദ്ധദേവതയിൽ നിന്നാണ്. 1610 ഗലീലിയോ ഗലീലിയാണ് ചൊവ്വയെ ആദ്യമായി ടെലസ്കോപ്പിലൂടെ വീക്ഷിക്കുന്നത്.